എം വി ജയരാജൻ ഇപ്പോൾ മന്ത്രി വീണ ജോർജിനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന പരിശോധനകൾക്ക് ശേഷം മന്ത്രിയുടെ കഴുത്തിൻ്റെ വലതുഭാഗത്തുള്ള അവിടെയാണ് ഇടിയേറ്റത്. ആ പരിക്ക് കഴുത്ത് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കുമ്പോൾ വേദനയുണ്ടാക്കുന്നു എന്നുള്ളതാണ് മന്ത്രി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. കഴുത്തിന് നേരെയാണ് ഇടിയുണ്ടായത്. അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ ശരീരത്തെ ആകെ ബാധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു വനിതാ മന്ത്രിക്ക് നേരെയുള്ള അക്രമം ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇത് പ്രതിഷേധമല്ല, കൊല ചെയ്യാനുള്ള നീക്കമാണ്. നേരത്തെ മന്ത്രി മരണപ്പെട്ടു എന്ന സന്ദേശം നാടിന് നൽകിക്കൊണ്ടാണ് റീത്ത് വെച്ചത്. റീത്ത് വെച്ചതിനെ അന്നത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അംഗീകരിക്കാത്തതാണെന്ന് പറഞ്ഞു. അന്ന് ആ ക്രിമിനലുകളുടെ പേരിൽ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ മന്ത്രിക്കെതിരായ വധശ്രമം നടക്കുമായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് KSU പ്രവർത്തകന്മാർ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, മന്ത്രിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ലെന്നാണ്. ഞാനിവിടെ കാണിക്കുന്ന ഒരു വിഷ്വലുണ്ട്. വിഷ്വൽ കണ്ടാൽ മനസ്സിലാവുമെന്നാണ് തോന്നുന്നത്. ആ വിഷ്വൽ കാണുന്നത് കറുത്ത തുണി മന്ത്രിയുടെ കഴുത്തിന് വലതുഭാഗത്തുള്ള കഴുത്തിന് നേരെയാണ്. ഈ വിഷ്വൽ ഇപ്പോൾ അധികം പുറത്തു വന്നതെന്ന് തോന്നുന്നില്ല. ഇത് വ്യക്തമാക്കുന്നത് മന്ത്രിയുടെ അടുത്ത് തന്നെയായിരുന്നു ഈ ചാവേറുകളിൽ ഒരാൾ, വെള്ള ഷർട്ടിട്ട ഒരാൾ. അത് വളരെ ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. മന്ത്രിയുടെ അടുത്തുപോലും എത്താത്തയാളെ എങ്ങനെയാണ് മന്ത്രിയെ മർദ്ദിക്കുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജില്ലയിലുള്ള ഈ ചാവേറുകളുടെ മറുപടിയിൽ നിന്നാവാം. പക്ഷെ സത്യം അതല്ല. മന്ത്രിയെ ഫിസിക്കലായി അസാൾട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ക്രിമിനൽ സംഘത്തിൽ ഒരാളാണ്. അവരെ പിടിച്ച് മാറ്റിയത് കൊണ്ടാണ് മന്ത്രിയെ കൊല്ലാൻ കഴിയാതിരുന്നത്. അപ്പോൾ മന്ത്രിയെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റ പ്രതിഷേധാർഹമാണ് KSU കലാപകാരികളുടെ അക്രമം. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനെ ആരും എതിർക്കുന്നില്ല. ഞങ്ങളൊക്കെ മന്ത്രിമാർക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്ന സമരത്തിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ DYFIയുടെയും SFIയുടെയും പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിനിടയിലുള്ള ഈ സമരത്തിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് അടിയാണ് കിട്ടിയത് പോലീസുകാരിൽ നിന്ന്. ഒരൊറ്റ മന്ത്രിയും ആക്രമിക്കപ്പെട്ടില്ല. കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് അന്വേഷണം നടത്തി ആരോഗ്യമന്ത്രിയെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ.